+1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയുന്നുണ്ടാവും, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് ഓൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കൂൾ പോലും തുടങ്ങിയിട്ടില്ലല്ലോ, നമുക്ക് ഏത് സ്ട്രീമാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും നമ്മുടെ എക്സാം വിന്നർ ഉറപ്പിച്ച് പറഞ്ഞു, നേരത്തെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതേ കാര്യം തന്നെയാണ് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ അഗ്നി ബാച്ചിലൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതേപോലെ ചെയ്ത് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മുന്നിൽ ഇതാ ഈ ഫോട്ടോസ്. ഇപ്പോൾ 520 ഔട്ട് ഓഫ് 520 ആയിക്കോട്ടെ, 519 ആയിക്കോട്ടെ, 518 ആയിക്കോട്ടെ, 517 ആയിക്കോട്ടെ, ഇത്രയും മക്കളുടെ ബാക്കിയുള്ള റിസൾട്ടുകൾ, അതായത് ഫുൾ A+ ഇൻ സയൻസ് സബ്ജക്ട്സ് ഉണ്ട്, ഫുൾ മാർക്സ് ഇൻ സയൻസ് സബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെ ഇത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം നേരത്തെ ചെയ്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒന്നാമത് ഈ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്ന സമയത്ത് ഒത്തിരി ചേഞ്ചസ് ഉണ്ട് അല്ലേ. നിങ്ങളുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ ഈ സബ്ജക്ട്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, കണ്ടൻറ്റിൻ്റെ ഡെപ്തിൻ്റെ കാര്യത്തിലൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെല്ലാം കൂടെ തന്നെ ഒരു തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, സയൻസ് എടുത്താൽ പെട്ടുപോയി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പെട്ടുപോയി എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ ലേറ്റായിട്ട് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫീല് വരുന്നതാണ്. അത് അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങൾക്കറിയാം നമ്മളുടെ ഓണം എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ജൂലൈ 12 കൂടി നിങ്ങളുടെ അഗ്നി ബാച്ചിൽ നമ്മുടെ സിലബസും കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഓണം എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങും. ദെൻ നമ്മളൊരു ക്രിസ്മസിന് എക്സാമിൻ്റെ സിലബസ് നമ്മൾ നവംബറോട് കൂടി കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഡിസംബറിൽ നിങ്ങൾക്കറിയാം ആ ഒരു 1st and 2nd വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉണ്ടാകും. ആൻഡ് ഡിസംബർ 31 കൂടി നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ സിലബസും തീർത്ത് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ മോഡൽ എക്സാം, ദെൻ നമ്മുടെ പബ്ലിക് എക്സാം മാർച്ചിൽ. ഈ ഒരു പ്ലാൻ വഴിയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി പഠിക്കാൻ പറ്റും, ഇതേ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, മിസ് കഴിഞ്ഞ കാര്യത്തിനെക്കുറിച്ച് മിസ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഞങ്ങൾക്ക് മെയ് 12 വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ലേറ്റായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ലേറ്റായി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് സൊല്യൂഷനാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷനായിട്ട് ഈ വരുന്ന വെനസ്ഡേ നമ്മളൊരു ലൈവിൽ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, ജൂൺ 18. അപ്പോൾ അന്ന് വൈകിട്ട് 7 PM ഈ ഒരു ലൈവ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ആ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ് അന്ന് നടക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട, മിസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാച്ചിൻ്റെ കൂടെ എത്തി ഞങ്ങൾക്കും സമാധാനത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഞങ്ങളുടെ പബ്ലിക് എക്സാം എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള പ്ലാനാണ് നമ്മൾ ജൂൺ 18 വെനസ്ഡേ 7 PM ഓറിയൻറ്റേഷൻ്റെ ലൈവിൽ പറയുന്നത്. അതായത് നിങ്ങളിപ്പം എവിടെയാണ് നിൽക്കുന്നത്? ജൂണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ രീതിയിൽ നിങ്ങളുടെ ഓണം എക്സാമിന് മുൻപ് നിങ്ങളുടെ സിലബസും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഓണം എക്സാമിന് റെഡി ആകണം. അപ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ അഗ്നി ബാച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്സിൽ 2 ചാപ്റ്റേഴ്സ്, ഫിസിക്സിൽ 2 ചാപ്റ്റേഴ്സൊക്കെ ഈ 2 ദിവസങ്ങളിലൊക്കെ കഴിയും. ബയോളജിയിൽ നമ്മൾ 3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഈ ബാച്ചിൻ്റെ കൂടെ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനാണ് നമ്മൾ ബുധനാഴ്ച 7 PM ലൈവിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേറ്റ് ആയല്ലോ, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഓക്കെ ക്ലാസ്സുകളൊക്കെ മിസ്സായി, ഞാനിനി എങ്ങനെ സമാധാനത്തോടു കൂടി ഇങ്ങനെ പോകും, ഇവിടെ എത്തും എന്ന് ചിന്തിച്ചിരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഗ്രഹമുണ്ട് ഈ രീതിയിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇതേപോലെ ഫുൾ മാർക്കും നല്ല റിസൾട്ടൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അതിനുശേഷം ജൂൺ 18 വെനസ്ഡേ 7 PM ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് സമാധാനത്തോടു കൂടി പോകാൻ പറ്റും. തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എടുത്ത് എക്സാമിൻ്റെ തലേന്നൊന്നും ഉറക്കമില്ല, എക്സാം ഡേയ്സിനൊക്കെ പഴി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ പോകാം. അങ്ങനെയല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ +1 ജേർണി പോകാനുള്ള ബെസ്റ്റ് പ്ലാൻ ആയിരിക്കും നമ്മൾ വെനസ്ഡേ 7 PM പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ലൈവ് മിസ് ചെയ്യരുത്. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇനി ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുക്കുക, അതിനുശേഷം ഈ ഒരു ലൈവിൽ വരിക.
അതിനുശേഷം അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ലാസ്റ്റൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത മക്കളും ഈ ലൈവ് കാണാം, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ചിലപ്പോൾ ചില മക്കൾ അഗ്നി ബാച്ചിലായിരിക്കില്ല, പൃഥ്വി ബാച്ചിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക, അതായത് നീറ്റ് ബാച്ചിലായിരിക്കും. അങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം തേഴ്സ്ഡേ ജൂൺ 19 ലൈവിൽ നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഈ ഒരു ഡേറ്റും മറക്കാതിരിക്കുക. അപ്പം ഈ നീറ്റിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ലൈവുകളും അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജൂൺ 18 ലൈവും ജൂൺ 19 ലൈവും. ഇനി അതല്ല അഗ്നി ബാച്ചിലുള്ള മക്കൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു കാര്യം അവരെയും കൂടെ ഓർമ്മിപ്പിക്കുക. കാരണം ലേറ്റ് ആകുന്തോറും നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടു കൂടി ടെൻഷനില്ലാതെ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓറിയൻറ്റേഷൻ്റെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ലൈവിൽ കാണാം.